സിദ്ധാർത്ഥന്റെ മരണത്തിൽ സസ്പെൻഡ് ചെയ്ത ജീവനക്കാരെ തിരിച്ചെടുത്തു. CBI അന്വേഷണം വൈകിപ്പിച്ച 3 സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥരെയാണ് തിരിച്ചെടുത്തത്. എസ് ശാലിനി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ശാലിനി, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? വിഷ്ണു, വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ SFIയുടെ ക്രൂരമർദ്ദനത്തിനും തുടർന്ന് മരണത്തിനും കീഴടങ്ങേണ്ടി വന്ന സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് CBI അന്വേഷണം മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്നത്. നിരന്തരം കുടുംബം മുഖ്യമന്ത്രിയെ സമീപിച്ച് അതിനൊരു തീരുമാനം അടിയന്തരമായി എടുക്കുകയും ചെയ്തത്. പക്ഷേ ഈ CBI അന്വേഷണവുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം പുറത്തിറക്കുന്നതിലാണ് വലിയ രീതിയിലുള്ള വീഴ്ച സർക്കാർ തലത്തിൽ ഉണ്ടായത്. ഇതിൽ ആണ് 3 ഉദ്യോഗസ്ഥർക്കെതിരെ അന്ന് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ടുകൊണ്ട് നടപടി സ്വീകരിക്കുകയും ചെയ്തത്. ഈ സംഭവത്തിൽ ഈ 3 ഉദ്യോഗസ്ഥരെയും വീണ്ടും തിരികെ ജോലിയിലേക്ക് എടുത്തിരിക്കുകയാണ് എന്നുള്ള വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. 3 ജീവനക്കാരെ തിരികെ എടുത്തതിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും പൊതുമേഖലയിൽ നിന്ന് ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വിജ്ഞാപനം ഔദ്യോഗികമായി പുറത്തിറക്കാനുള്ള അനുമതി നൽകുന്നു. പക്ഷേ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിട്ടും ഇതുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം ഇറക്കാനോ ഈ കേസുമായി ബന്ധപ്പെട്ട അതിന്റെ നടപടികൾ പൂർത്തീകരിക്കാൻ ഈ ഉദ്യോഗസ്ഥർ തയ്യാറായിരുന്നില്ല. തുടർന്ന് പിതാവ് ഉൾപ്പെടെയുള്ളവർ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ക്ലിഫ് ഹൗസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും ഉൾപ്പെടെ കുടുംബം നടത്തുമെന്ന പശ്ചാത്തലം വന്ന സാഹചര്യത്തിൽ കൂടിയാണ് അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ഇതിന്റെ പേപ്പർ വർക്കുകൾ പൂർത്തീകരിക്കുകയും കേന്ദ്രത്തിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ഇവിടുത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ കൊണ്ടുപോവുകയും ഒക്കെ തന്നെ ചെയ്തത്. ഈ സംഭവത്തിലാണ് 3 വനിതാ ജീവനക്കാരെ അന്ന് തന്നെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് സർക്കാർ തലത്തിൽ ഇറങ്ങുന്നത്. എന്തായാലും ഇപ്പോൾ ആ കേസിന്റെ നിർണായകമായിട്ടുള്ള നടപടികൾ തുടരുന്നതിനിടെ തന്നെയാണ് ജീവനക്കാരെ തിരികെ സർവീസിലേക്ക് എടുത്തിട്ടുള്ളത്. ശാലിനി, മറ്റൊരു കാര്യം നമുക്കറിയാം, ഇത്തരത്തിൽ സിദ്ധാർത്ഥിന്റെ പിതാവ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ടെത്തി ഈ ഒരു പരാതി നൽകിയിരുന്നു. അപ്പോൾ കൃത്യമായൊരു മറുപടിയാണ് നൽകിയത്. ഈ ഒരു സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകും, അല്ലെങ്കിൽ വീഴ്ച സംഭവിച്ച സംഭവങ്ങൾ അന്വേഷിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയും ആദ്യഘട്ടത്തിൽ ഉറപ്പ് നൽകിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു സംഭവം നോക്കിക്കാണുമ്പോൾ ഈ ഒരു സിദ്ധാർത്ഥ മരണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ സർക്കാർ നീതി പുലർത്തുന്നില്ല എന്ന് വേണ്ടേ കരുതാൻ? വിഷ്ണു, കാര്യമായ രീതിയിൽ സർക്കാർ തലത്തിൽ ഇടപെടൽ ഉണ്ടായില്ല എന്നുള്ള വിമർശനം ആദ്യഘട്ടം തന്നെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് സിദ്ധാർത്ഥന്റെ മരണം നടന്നതിന് ശേഷം പല രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ സിദ്ധാർത്ഥന്റെ വീട്ടിലേക്ക് എത്തി. പക്ഷേ മുഖ്യമന്ത്രി കാര്യമായി ഇക്കാര്യത്തിൽ പ്രതികരിക്കാനോ തയ്യാറായിരുന്നില്ല എന്നുള്ളതായിരുന്നു അന്ന് വിമർശനത്തിനിടയാക്കിയത്. തുടർന്നാണ് ഗവർണറെയും തൊട്ടു പിന്നാലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ടെത്തി കുടുംബം കാണുകയും CBI അന്വേഷണം തന്നെ വേണം, ഈ കേസിന്റെ നിജസ്ഥിതി പുറത്തു വരാൻ എന്നൊരു ആവശ്യം മുന്നോട്ട് വെക്കുകയുമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി ആ ദിവസം തന്നെ CBI അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തത്. പക്ഷേ അതിന്റെ പേപ്പർ വർക്കുകൾ, ചില ട്രാൻസ്ലേഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ വൈകിപ്പിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഗുരുതര വീഴ്ചകൾ ഉണ്ടായിരുന്നു. ഇതിലാണ് 3 ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കുന്നത്. ആ നടപടി പൂർണ്ണമായും പിൻവലിച്ചുകൊണ്ടാണ് ഈ കേസിന്റെ കുറ്റപത്രം ഉൾപ്പെടെ CBI ഹൈക്കോടതിയിൽ സമർപ്പിക്കാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കുമ്പോൾ അവരെ ജോലിയിലേക്ക് തിരികെ എടുത്തിട്ടുള്ളത്. എന്തായാലും സസ്പെൻഷൻ നടപടികൾ പൂർത്തിയാക്കി ജോലിയിൽ തിരികെ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് നിലവിൽ നമുക്കറിയാൻ സാധിക്കുന്ന വിവരം. മറ്റ് കൂടുതൽ വിവരങ്ങൾ, ഒപ്പം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള മറ്റു നടപടികൾ ഇവർക്കെതിരെ ഉണ്ടാകുമോ എന്നുള്ളതും വരും മണിക്കൂറിൽ കണ്ടറിയണം. വിഷ്ണു, വ്യക്തമാണ്. ശാലിനിയാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.